friends, എല്ലാവർക്കും നമസ്കാരം. I am Nisha from Nissa's Kitchen. Welcome to our channel. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നോക്കുന്നത്. കപ്പയ്ക്കൊപ്പം വിളമ്പാൻ പറ്റിയ തൈര് മുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ Nissa's Kitchen സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും മിസ് ആവാതെ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തൈര് 1 കപ്പ്, പുളി കുറഞ്ഞ നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ചെറിയ ഉള്ളി 8 എണ്ണം, പച്ചമുളക് 4 എണ്ണം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില 1 തണ്ട്, തേങ്ങ ചുരണ്ടിയെടുത്തത് 1 കപ്പ്, ഉപ്പ് 1 ടീസ്പൂൺ. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ആദ്യമായിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളം ചേർത്തിട്ടല്ല ഇത് അരയ്ക്കുന്നത്, നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം മുഴുവനും തൈരും ഒന്നിച്ചൊഴിക്കാതെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളി കുറഞ്ഞ നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ 3 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളിപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഈ തൈര് മുളക് ചമ്മന്തിക്ക് പച്ചമുളകിൻ്റെ എരിവിനേക്കാളും കാന്താരി മുളകിൻ്റെ എരിവാണ് കൂടുതലും നല്ലത്. 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിടുക. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. മയത്തിലല്ല, തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇതിനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു പോകാതെ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പരുവ്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അരച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചും കൂടെ തൈരും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ തൈര് ചേർക്കാം. തൈര് ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടിരിക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് തൈര് ചേർത്ത് മിക്സ് ആക്കുക. സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പാകത്തിന് അല്പം കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 1.5 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്തു. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ തൈര് മുളക് ചമ്മന്തി സെർവ് ചെയ്യാനായിട്ട് റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് കപ്പ പുഴുങ്ങിയതിനൊപ്പം ഞാൻ തൈര് മുളക് ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. കപ്പയുടെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. ഇതേപോലെ നല്ല കട്ടിക്ക് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം സെർവ് ചെയ്യാനായിട്ട് ഞാൻ മറ്റൊരു ചമ്മന്തിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചുട്ടെടുത്ത മുളക് ചമ്മന്തിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.